ചര്യകളിൽ ഏറ്റവും നല്ല ചര്യ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയാണ്. ഇയ്യാക്കും വ മുഹ്ദസാത്തിൽ ഉമൂർ, പുതുതായ ആളുകൾ കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നബി നോൽക്കാത്ത നോമ്പാണ്, നബിയുടെ ഭാര്യമാർ നോൽക്കാത്ത നോമ്പാണ്, സ്വഹാബികൾ ആരും നോൽക്കാത്ത നോമ്പാണ്. അവരാരും അത് റജബ് മാസത്തിലാണ് ഇസ്രാ മിറാജ് എന്ന് പറഞ്ഞു തന്നിട്ടില്ല. 27 പ്രത്യേകമായി നോമ്പ് നോറ്റിട്ടില്ല, അതിൻ്റെ പോരിശയും പറഞ്ഞു തന്നിട്ടില്ല എന്ന് സത്യാന്വേഷികൾ മനസ്സിലാക്കി. സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രിക്കോ അതിൻ്റെ പകലിനോ യാതൊരു നിലക്കുമുള്ള പ്രത്യേകത കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ അങ്ങനെ ഇസ്രാ മിഅറാജ് നടന്നത് ഇനി റജബ് മാസത്തിൽ 27 എന്ന് തന്നെ നമ്മൾ സങ്കല്പിക്കുക, അങ്ങനെ സ്ഥിരപ്പെട്ടു എന്ന് വിചാരിക്കുക. ഇസ്രാ മിഅറാജ് നടന്നത് റജബ് മാസത്തിലാണ്, റജബ് 27 എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ തന്നെ ആ രാത്രിക്ക് പ്രത്യേകം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് പ്രത്യേകത കൽപ്പിക്കാനോ അതിൻ്റെ പിറ്റേ ദിവസം നോമ്പ് നോൽക്കാനോ സ്വന്തം നിലക്ക് നമുക്ക് അനുവാദമില്ല. കാരണം ഏതെങ്കിലും ഒരു രാത്രിയെ പ്രത്യേകമാക്കി, ഏതെങ്കിലും ഒരു പകലിനെ പ്രത്യേകമാക്കി അതിനെ ആഘോഷിക്കുവാനോ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനോ നോമ്പ് നോൽക്കുവാനോ പറ്റുമെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം. കാരണം സ്വന്തം നിലക്ക് ദീനുണ്ടാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് അവകാശമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിച്ചത് എന്താണ്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ മതത്തിൽ അതിലില്ലാത്ത പുതിയ കാര്യങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടും. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. എൻ്റെ കൽപ്പനയില്ലാത്തൊരു കാര്യം ആര് ചെയ്താലും അത് തള്ളപ്പെടും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചിരുന്നെങ്കിൽ സ്വഹാബികൾ ആ രാത്രിയെ ആഘോഷമാക്കുമായിരുന്നു, സ്വഹാബികൾ പ്രത്യേകം നോമ്പനുഷ്ഠിക്കുമായിരുന്നു, നമുക്കത് പറഞ്ഞു തരുമായിരുന്നു. കാരണം ഖൈറിൽ, നന്മയിൽ നമ്മളെക്കാൾ മുന്നേറിയത് സ്വഹാബികളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടതില്ല. സ്വഹാബികളെക്കാൾ ഈമാനും തഖ്വയും ഇഖ്ലാസും ഈ ദീനിനോട് സ്നേഹമുള്ളവരുമൊന്നുമല്ല നമ്മളാരും തന്നെ.